എല്ലാവർക്കും നമസ്കാരം. നാരായണ ഗുരു തന്നെ ആരാധിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം. ഈ വിഷയത്തിൽ ഗുരുവിനെ മാനിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം നേരിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. നാരായണ ഗുരു തന്നെ ആരാധിക്കരുത് എന്ന് ആരോടും പറഞ്ഞതായി ആധികാരികമായ ഒരു രേഖയും നമുക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിൽ നടക്കുന്ന പ്രചരണം തെറ്റായ ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അടുത്ത ചോദ്യം, എന്നെ ആരാധിച്ചോളൂ, ഞാൻ തന്നെ ദൈവം എന്ന് നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടോ എന്നതായിരിക്കാം. ഗുരു അങ്ങനെ പറഞ്ഞിട്ടുള്ളതായോ രേഖപ്പെടുത്തിയതായോ ആയ ഒരു രേഖയും ഒരിടത്തും ലഭ്യമായിട്ടില്ല. അതായത് തന്നെ ആരാധിക്കണമെന്നോ ആരാധിക്കരുതെന്നോ ഗുരു ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യൻ എന്തിനെ ആരാധിക്കണം എന്ന വിഷയത്തിൽ ഗുരു തൻ്റെ ഉപദേശം വളരെ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുള്ളപ്പോൾ ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പത്തിൻ്റെയും ആവശ്യമില്ല. നേരിട്ട് കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. നമുക്ക് പരിശോധിക്കാം. ഗുരു പറയുന്നു, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചു മുള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം എന്ന്. അതായത് ഞാനും നിങ്ങളും ഈ കാണുന്ന ലോകവുമായി പ്രകാശിക്കുന്ന ആ അറിവ് അല്ലെങ്കിൽ ആ സത്യം അല്ലെങ്കിൽ ദൈവമെന്നൊക്കെ പറയാവുന്ന അത് എന്താണ് എന്ന് കണ്ടെത്താനായി നമുക്ക് പുറത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന 5 ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് തിരിച്ച് അന്തർമുഖമായി തന്നിൽ പൊരുളായിരിക്കുന്ന സത്യം ഏതാണ് എന്ന് അവരവരിൽ തന്നെ ഓരോരുത്തരും സ്വയം കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി അതിൽ അമർന്ന് ഇരിക്കണം. ഈ ശ്ലോകത്തിൽ നിന്ന് എന്തിനെ എവിടെ ആരാധിക്കാനാണ് ഗുരു പഠിപ്പിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അത് ഗുരുവിൻ്റെ നാമത്തെയും രൂപത്തെയും അല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. മറ്റൊരു ഉദാഹരണം നോക്കാം. ഗുരു പറയും, യസ്യാന്തസ്ഫുരിതം യഥാത്മകമിതം ജാതം യദോ വർത്തതേ യസ്മിൻ യത് പ്രലയേപി സത്ഹനമജം സർവം യദന്വേതി തത്സത്യം വിദ്യമൃതായ നിർമ്മലധിയോ യസ്മൈ നമസ്കുർവതേ എന്ന്. അതിനർത്ഥം ഈ പ്രപഞ്ചം ഏതൊന്നിലാണ് പ്രകാശിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു സത്യമാണോ ഈ പ്രപഞ്ചമായി പ്രകാശിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു സത്യത്തിലാണ് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം നിരന്തരം മറഞ്ഞ് പുതിയവ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ആ സത്യത്തെയാണ് തെളിഞ്ഞ ബുദ്ധിയുള്ളവർ തിരയുന്നത്, നമസ്കരിക്കുന്നത്, അതിനെ പരമമായ സത്യം എന്നറിയുക. അപ്പോൾ ഇതിന് വിരുദ്ധമായി ചെയ്യുന്നതോ തെളിയാത്ത ബുദ്ധിയുള്ളവർ എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് ഗുരു രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇവിടെയും ഗുരുവിനെ ആരാധിക്കാനല്ല പഠിപ്പിക്കുന്നത് എന്നും പിന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നും വളരെ സ്പഷ്ടമാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഗുരുവിൻ്റെ ദർശനത്തോട് പൂർണ്ണമായി നീതി പുലർത്താത്ത കുറച്ച് നാട്ടുനടപ്പ് കാര്യങ്ങൾ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഗുരു ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഗുരുവിൻ്റെ പാഠനങ്ങളിലേക്ക് വേണ്ട വിധം സഞ്ചരിക്കാതെ ഗുരുവിനെ പൂജിക്കുന്നവർ ധാരാളമുണ്ടായിരുന്നു. അതിനായി മന്ത്രം എഴുതിയവർ ഉണ്ടായിരുന്നു. അത് ഗുരുവിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഗുരു അതിലെ തെറ്റ് തിരുത്തി കൊടുത്തിട്ടുണ്ട്. ഗുരുവിൻ്റെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയവരുണ്ടായിരുന്നു. ഗുരു അത് നേരിട്ട് കണ്ട സന്ദർഭത്തിൽ ഭക്ഷണവും ജലവും ഒന്നും വേണ്ട, ദീർഘകാലം ജീവിച്ചു കൊള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം കണ്ടെത്താനുള്ള ഗുരുവിൻ്റെ തപസ് പോലും ഗുരു ബലി ചെയ്തു കളഞ്ഞു എന്നുവരെ എഴുതി വച്ചവരായ ഗുരുവിൻ്റെ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. ഗുരു ദൈവമാണ് എന്ന് പറഞ്ഞവരും മറിച്ചഭിപ്രായമുള്ളവരുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗുരു അതിനെ ഒന്നും എതിർക്കാനോ ഖണ്ഡിക്കാനോ ഒന്നും പോയിട്ടില്ല. തനിക്കും മറ്റുള്ളവർക്കും സമൂഹത്തിനും ദോഷമുണ്ടാക്കാത്ത ഒന്നിനെയും ഗുരു എതിർത്തിരുന്നില്ല. ഗുരു എതിർത്തില്ല എന്ന കാരണത്താൽ അത് സാധുവാകുന്നുമില്ല. ഏതുപോലെ എന്നാൽ ആശ്രമത്തിൽ വെച്ച് ഒരു ചക്കക്കള്ളനെ പിടികൂടി ഗുരുവിൻ്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ പകൽ വന്നു പറിച്ചോളൂ എന്ന് പറഞ്ഞ് ഗുരു ആ കള്ളനെ പറഞ്ഞയച്ചതുകൊണ്ട് ഗുരു മോഷണത്തെ സാധൂകരിച്ചു എന്ന് അർത്ഥമില്ലാത്തതുപോലെ ഇവിടെയും ഈ വിഷയത്തെ മനസ്സിലാക്കണം. ഇത്തരം സാധുവല്ലാത്ത കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഗുരു നിത്യചൈതന്യയതിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടി പ്രയാസപ്പെട്ടുണ്ടാക്കിയ കടലാസ് വള്ളം ഗുരുവിന് കൊടുത്താൽ ആ കുഞ്ഞിലിരിക്കുന്ന കരവിരുതും ആത്മവിശ്വാസവും വളരട്ടെ എന്ന് കരുതി ഗുരു അവനെ പ്രോത്സാഹിപ്പിക്കും.
അതുപോലെ ഗുരു ചിലതൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും പൂർണ്ണമായും ഗുരുവിൻ്റെ ദർശനത്തോട് ചേരുന്നവ ആയിരുന്നില്ല. ഇങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ മനസ്സിലാക്കേണ്ടത്. തൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുക, ശാന്തനായി ഇരിക്കുക, അതാണ് ഗുരുവിൻ്റെ ശൈലി. ലക്ഷക്കണക്കിന് ആളുകൾ തന്നെ വിളക്ക് വെച്ച് പൂജിച്ചുകൊണ്ടിരുന്നപ്പോഴും നമുക്ക് ആരുമില്ലല്ലോ, നീയെങ്കിലും നമ്മോടൊത്ത് നിൽക്കുമോ എന്ന് നാരായണ ഗുരു തൻ്റെ ശിഷ്യനായ നടരാജ ഗുരുവിനോട് പറഞ്ഞതിൻ്റെ കാരണവും ഒരിക്കൽ ഗുരുവിൻ്റെ പടമെടുക്കാൻ ഒരാൾ വന്നപ്പോൾ ഗുരു വിലക്കിയിട്ട് തൻ്റെ വാക്ക് പിടിക്കുന്ന സാങ്കേതിക വിദ്യ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിഗ്രഹം, പൂജ, ആരാധന, ആരതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമായിരുന്നില്ല ഗുരുവിന് നമ്മെ പഠിപ്പിക്കാനുണ്ടായിരുന്നത്. ഈ നാമത്തോടും രൂപത്തോടും കൂടിയ ഇന്നാരാണ് ദൈവം എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നവർ പൊതുവെ ഉദ്ധരിക്കുകയും അതുമൂലം സാധാരണ മനുഷ്യർ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നതായ ചില ഭാഗങ്ങൾ പരിശോധിക്കാം. ഗുരുസ്തോത്രത്തിലും മറ്റും ഗുരുവിനെ ബ്രഹ്മാവായും വിഷ്ണുവായും ശിവനായും പരമമായ സത്യമായും ഒക്കെ സ്തുതിക്കുന്നത് നമുക്ക് കാണാം. അത് തത്വപരമായാണ് ശരിയായിരിക്കുന്നത്. അല്ലാതെ ഈ നാമത്തോടും ഈ പേരോടും കൂടിയ ഇന്നാരാണ് ബ്രഹ്മം എന്ന നിലവാരത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് അത് തികഞ്ഞ തെറ്റായിരിക്കുന്നത്. അവിടെ തത്വപരമായി ഗുരു ബ്രഹ്മമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമമായ സത്യത്തെയാണ്, നാമരൂപത്തെ അല്ല. ബ്രഹ്മത്തെ അറിഞ്ഞ ആൾ എന്ന നിലയിൽ, നാമരൂപങ്ങൾക്കതീതമായ ബോധം എന്ന നിലയിൽ തത്വപരമായി ഗുരു ബ്രഹ്മം തന്നെയാണെങ്കിലും ആ സത്യത്തെ നമ്മൾ കണ്ടെത്തേണ്ടത് ഗുരുവിൻ്റെ നാമത്തിലോ രൂപത്തിലോ ഏതെങ്കിലും വിഗ്രഹത്തിലോ ഒന്നുമല്ല എന്ന് മാത്രവുമല്ല, അങ്ങനെ കഴിയുകയുമില്ല. നമ്മൾ ഓരോരുത്തരിലും അവരവരായി പ്രകാശിക്കുന്ന പൊരുൾ എന്ന നിലയിൽ നമ്മളിൽ തന്നെയാണ് ആ സത്യം കണ്ടെത്തേണ്ടതും അനുഭവിക്കേണ്ടതും എന്ന് ഗുരു വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെയും നാരായണ ഗുരു തന്നെ ആരാധിക്കാനല്ല പഠിപ്പിക്കുന്നത് എന്ന് വളരെ സ്പഷ്ടമാണ്. എന്നാൽ സാധാരണ ഒരു മനുഷ്യൻ നാരായണ ഗുരു എന്ന് കേൾക്കുമ്പോൾ ചിത്രത്തിലും വിഗ്രഹത്തിലും കണ്ടു പരിചയിച്ച രൂപവും പേരും ചേർന്ന ഒരു സങ്കല്പമായിരിക്കും മനസ്സിൽ വരിക. അപ്പോൾ ഗുരു ബ്രഹ്മമാണ്, ദൈവമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന രൂപത്തോടും ഇന്ന പേരോടും കൂടിയ ഇന്നാരാണ് ഗുരു, അതാണ് ദൈവം എന്നായിരിക്കും സ്വാഭാവികമായും കേൾക്കുന്നയാൾ മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് മനുഷ്യർ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ഇടം. അല്ലാതെ ഈ ഗുരുവിൻ്റെ നാമരൂപാദികളായി പ്രകാശിക്കുന്നത് യാതൊന്നാണോ അതാണ് ഗുരു, അതാണ് ബ്രഹ്മം എന്നൊക്കെ ഇത് കേൾക്കുന്നയാൾ മനസ്സിലാക്കാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് മാത്രമല്ല, തെറ്റിദ്ധരിക്കാൻ മാത്രമാണ് സാധ്യത. കാരണം അത്തരത്തിലാണ് പറഞ്ഞു വെക്കുന്നത്. വികലമായി കാര്യങ്ങൾ പറഞ്ഞാൽ ചിന്താശേഷി കുറഞ്ഞവർ വിശ്വസിച്ചേക്കാം. ചിന്താശേഷി ഉള്ളവരും പുതിയ തലമുറയോടും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ആ സ്പോട്ടിൽ ഈ സബ്ജക്റ്റ് തന്നെ ക്ലോസ് ചെയ്യും, ഒരു സംശയവും വേണ്ട. വിഷയത്തിലേക്ക് വരാം. പുറത്ത് നാമരൂപാദികളെ സത്യം എന്ന് ധരിക്കുന്നതിനെപ്പറ്റി ഗുരുവിൻ്റെ ദർശനത്തിൽ എന്തു പറയുന്നു എന്ന് നോക്കാം. അനാത്മാ ന സത് അനാത്മാ സത് ഇത് യയാ വിദ്യോതതേ സ ഏവ അവിദ്യ. അതായത് പൊരുളായ സത്യമല്ല പരമാർത്ഥത്തിലുള്ളത്, നാമരൂപാദികളായി കാണപ്പെടുന്ന അനാത്മാവാണ് പരമാർത്ഥത്തിലുള്ളത് എന്ന തരത്തിലുള്ള തോന്നൽ യാതൊന്നു മുഖാന്തരം ഉണ്ടാകുന്നുവോ അതുതന്നെയാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനമെന്ന്. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഈ നാമത്തോടും ഈ രൂപത്തോടും കൂടിയ ഗുരുവാണ് ദൈവം എന്ന് കരുതുന്നത് ഗുരുവിൻ്റെ ദർശനപ്രകാരം എന്താണ്? ശുദ്ധ അറിവില്ലായ്മ അല്ലെങ്കിൽ അജ്ഞാനമെന്ന് ഗുരു തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഗുരുവിൻ്റെ നാമരൂപത്തിൽ മാത്രമല്ല പ്രസക്തമായിരിക്കുന്നത്, മറ്റൊന്ന് എന്ന തരത്തിൽ അറിവിന് വിഷയമായ നാമരൂപാത്മകമായ ഏതിൻ്റെയും കാര്യം ഇതുതന്നെ. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാരായണ ഗുരു തന്നെ ആരാധിക്കാനല്ല തൻ്റെ ദർശനത്തിൽ പഠിപ്പിക്കുന്നത് എന്ന് തന്നെയാണ്. അടുത്തതായി പൊതുവെ ഗുരു ദൈവമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉദ്ധരിച്ച് കേൾക്കാറുള്ള വരികളാണ് നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാകുന്നു, നാമും ദൈവവും ഒന്നായി പോകുന്നു തുടങ്ങിയ ഗുരുവിൻ്റെ കൃതികളിലെ വരികൾ. ഇത് ഒരേ സമയം ഉപദേശവാക്യവും അനുഭവവാക്യവുമാണ്. ഇത് ഗുരുവിൻ്റെ മാത്രം സ്ഥിതിയായിട്ടാണ് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നവർ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഗുരുവാകട്ടെ ഗുരുവിൻ്റെ മാത്രം നിജസ്ഥിതി ആയിട്ടല്ല നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി അതുതന്നെയാണ്.
നമ്മളും ദൈവം എന്ന സത്തയും ഒന്നായിരിക്കുന്നു എന്ന് തന്നെയാണ് ഗുരു എല്ലായിടത്തും നമ്മെ അടിവരയിട്ട് പഠിപ്പിക്കുന്നത്. നാരായണ ഗുരുവും രമണ മഹർഷിയും രാമകൃഷ്ണ പരമഹംസരുമൊക്കെ ഈ അനുഭവത്തിൽ ഇരുന്നവരാണ്, അല്ലെങ്കിൽ ഈ അനുഭവത്തിൽ ഉണർന്നവരാണ്. അവരെയൊക്കെ സെപ്പറേറ്റ് ദൈവങ്ങളായി എണ്ണിയാൽ എത്ര ദൈവങ്ങൾ വരും? ഗുരു പഠിപ്പിക്കുന്നത്, ഗുരു നമ്മോട് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും നില വാസ്തവത്തിൽ അതുതന്നെയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ അത് ഉണർന്നിട്ടില്ല എന്ന് മാത്രം. അതിനുള്ള വഴിയാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവനില ഗുരുവിൻ്റെ മാത്രം കാര്യമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും നില അതുതന്നെയാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനായി ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ ഗുരു നമ്മോട് പറയും, ത്വം ഹി ബ്രഹ്മ ന ചേന്ദ്രിയാണി ന മനോബുദ്ധിർ ന ചിത്തം വപുഹു എന്ന്. അതായത് നീ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ശരീരമോ ഒന്നുമല്ല, നീ ബ്രഹ്മം അല്ലെങ്കിൽ ദൈവം എന്ന സത്ത തന്നെയാകുന്നു എന്നാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ഗുരുവും ഞാനും നിങ്ങളും എല്ലാവരും ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ, അല്ലെങ്കിൽ ആ സത്യം തന്നെയാണ് എന്നർത്ഥം. എന്നാൽ ഇക്കാര്യം ഇക്കൂട്ടർ നമ്മോട് പറയാറില്ല. അവർ മനഃപൂർവമോ അജ്ഞത കൊണ്ടോ ഒരു വശം മാത്രം നമ്മോട് പറയും. അങ്ങനെ ഒരു വശം മാത്രം പറയുന്നത് എത്രത്തോളം അസംബന്ധമാണ് എന്ന് ഒരു ഉദാഹരണത്തിലൂടെ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ പറഞ്ഞാൽ, അനേകം തിരകളുള്ള ഒരു കടലിനെ ചൂണ്ടിക്കാട്ടിയിട്ട് ദാ ഇടയ്ക്ക് കാണുന്ന ആ തിരയുണ്ടല്ലോ, ആ തിര മാത്രം വെള്ളമാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അസംബന്ധം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ആ പരമമായ സത്യം വടിവാർന്നതല്ലാതെ ഇവിടെ യാതൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ ദർശനം കയ്യിൽ വെച്ചിട്ടാണ് ഇമാതിരി അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അത് ഗുരുവിൻ്റെ കൃതികളോടും ഗുരുവിൻ്റെ ദർശനത്തോടുമുള്ള നിഷേധം അല്ലെങ്കിൽ നിന്ദയായിട്ടാണ് ഫലത്തിൽ സംഭവിക്കുന്നത്. നമ്മളും അതുപോലെ ദൈവവും ഒന്നായിരിക്കുന്നു, നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാകുന്നു എന്ന അനുഭവത്തിൽ നമുക്കും എത്താനുള്ള ഹോംവർക്കാണ് ഗുരു എഴുതി തന്ന ആത്മോപദേശകവും ദർശനമാലയുമൊക്കെ. ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്ത് നാം മനസ്സിലാക്കി? നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാകുന്നു, നാമും ദൈവവും ഒന്നായി പോകുന്നു എന്നൊക്കെയുള്ള വരികൾ ഗുരു എഴുതിയത് ഞാനാണ് ദൈവം അതുകൊണ്ട് എന്നെ ആരാധിക്കൂ എന്ന അർത്ഥത്തിലേ അല്ല, പിന്നെ ഏതർത്ഥത്തിലാണ് എന്ന് ചുരുക്കത്തിൽ നാം ഇവിടെ മനസ്സിലാക്കി. ഈ തെറ്റായ പ്രചരണം രണ്ട് തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്ന്, ഈ വിഷയം തെറ്റായി പ്രചരിപ്പിക്കുന്നവർ ഇങ്ങനെയാകും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഉണ്ടാകുക. അത് സത്യമാണെന്ന് ധരിച്ചുകൊണ്ട് അവർ ആ വിഷയം ആത്മാർത്ഥമായി പ്രചരിപ്പിക്കുന്നു. ഇതാണ് മിസ് ഇൻഫർമേഷൻ. ഇനി അടുത്തത്, വാസ്തവത്തിൽ ഇങ്ങനെയല്ല ഗുരു പഠിപ്പിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ചില പ്രത്യേക താല്പര്യങ്ങളെ മുൻനിർത്തി മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതാണ് ഡിസ്ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ മിസ് ഇൻഫർമേഷനിലും ഡിസ്ഇൻഫർമേഷനിലും വീണു പോകാതിരിക്കുക. ശീലം കൊണ്ടും ആവർത്തിച്ച് കേട്ടതുകൊണ്ടും പല തെറ്റുകളും ശരി എന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിർഭാഗ്യവശാൽ ഉറച്ചു പോയി കഴിഞ്ഞേക്കാം. ഗുരു പരമമായ സത്യത്തെപ്പറ്റി നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കേട്ടിരിക്കുന്നതും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയിരിക്കുന്നതും നമ്മൾ താലോലിക്കുന്നതും ഗുരുവിൻ്റെ ആരാധകർ ഗുരുവിനെപ്പറ്റി പറഞ്ഞ പുകഴ്ത്തലുകളെയും അത്ഭുതങ്ങളെയുമാണ്. സാധാരണ നടക്കുന്ന ഒരു പ്രഭാഷണം തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. അതിൽ 98% സംസാരിക്കുന്നത് ഗുരുവിൻ്റെ കൂടെ നടന്നവർ ഗുരുവിനെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളെയും അവരുടെ അഭിപ്രായങ്ങളും അവർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ്. പിന്നെ കഞ്ഞിക്ക് ഉപ്പ് ചേർക്കുന്ന പോലെ അല്പം പേരിന് കഷ്ടിച്ച് ഗുരു പറഞ്ഞ 1-2 വരികളും. ഇതാണ് ഗുരുവിൻ്റെ പേരിൽ നടക്കുന്ന ക്ലാസ്സുകളുടെ കൂടുതലും സ്ഥിതി. ആരാധകന്മാർ പറഞ്ഞത് അവരുടെ അഭിപ്രായങ്ങളും താല്പര്യവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഗുരുവിൻ്റെ വാക്കുകളിലേക്ക് തന്നെ ശ്രദ്ധ പൂർണ്ണമായി തിരിക്കുക. മറ്റു വഴികളൊന്നുമില്ല. ആധ്യാത്മിക വിഷയത്തിൽ ആരാധകരും പ്രചാരകരും പറയുന്ന കാര്യങ്ങളെ അതേപടി വിഴുങ്ങാതെ ഗുരുവിൻ്റെ ദർശനവുമായി ക്രോസ് ചെക്ക് ചെയ്ത് ഒരു ഫിൽട്ടറിംഗ് നടത്തി ശരി എന്ന് ബോധ്യമുള്ളവയെ മാത്രം സ്വീകരിക്കുക. അല്ലെങ്കിൽ തെറ്റിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? നാരായണ ഗുരു ലോകത്തിനു മുമ്പിൽ വച്ച വിലമതിക്കാനാവാത്ത ദർശനത്തിൽ ഗുരുവിനെ പൂജിക്കാനല്ല നമ്മെ പഠിപ്പിക്കുന്നത് എന്നും അത് ധ്യാനാത്മകമായ ജ്ഞാനമാർഗമാണെന്നും മനസ്സിലാക്കി. ഇതിനു വിരുദ്ധമായ പ്രവണതകൾ നാട്ടിൽ സുലഭമായി കാണാൻ കഴിയുമെങ്കിലും
അവയൊക്കെ ഗുരുവിൻ്റെ ദർശനത്തോട് നിരക്കാതിരിക്കുന്നത് എപ്രകാരമാണ് എന്ന് ഗുരു നമുക്ക് വേണ്ടി എഴുതി വച്ച വാക്കുകളുടെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കി. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലുള്ള ചെറിയ സ്ഥലത്തെ ജനങ്ങളിൽ, അതും ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് ദൈവമായിരിക്കുക എന്നതല്ല ഒരു ഗുരുവിൻ്റെ ദൗത്യമെന്നും, അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നവർ അജ്ഞത കൊണ്ടോ മനഃപൂർവമോ ദുർവ്യാഖ്യാനം നടത്തുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്നും നമ്മൾ പരിശോധിച്ചു. ഇത്തരം തെറ്റായ വഴികളിലേക്ക് മറ്റുള്ളവരുടെ സ്വാധീനത്താൽ വഴുതി വീഴാതിരിക്കാനും ജീവിതത്തെ പ്രകാശപൂർണമാക്കാനും മറ്റുള്ളവർ ഗുരുവിനെപ്പറ്റി നടത്തിയ വർണ്ണനകളുടെയും അഭിപ്രായങ്ങളുടെയും പുറകെ പോകാതെ ഗുരു നമുക്ക് മുമ്പിൽ വച്ച ദർശനത്തെ നേരിട്ട് പഠിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കണം എന്നും നമ്മൾ മനസ്സിലാക്കി. ഗുരു തൻ്റെ ഐഡൻറ്റിറ്റി ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി വച്ചിരിക്കുന്നത് ദൈവമെന്നോ ദേവനെന്നോ ഒന്നുമല്ല, താൻ ഗുരുവാണ് എന്ന് തന്നെയാണ് ഗുരു നേരിട്ട് എഴുതി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗുരുവിനെയും ഗുരുവിൻ്റെ ദർശനത്തെയും തിരുത്താൻ നിൽക്കാതെ ഗുരുവിനെ ഗുരുവായി അറിയുക, ഗുരുവായി പിന്തുടരുക, ലക്ഷ്യത്തിലെത്തുക. ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം.